അയ്യോ 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 കേട്ടു. ഇനി എന്തൊക്കെ പര്യായങ്ങളെ താൻ വിളിക്കാൻ പോണെ നോക്കായിരുന്നല്ലോ. കുറച്ച് കഴിയുമ്പോ താൻ വർഗീസ് പുണ്യാളാന്ന് വിളിക്കലോ. ഓ അല്ല അയ്യോ വേദന ഉണ്ടല്ലേ? ഇല്ല, നല്ല രസം. ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യല്ലേടോ. അല്ല അയ്യോ വെള്ളം വല്ലതും കുടിച്ചോ? അയ്യോ ഇല്ലടോ, ഇല്ല. ഞാനേ ഒന്നാമതൊരു ചായ അവിടെ പറഞ്ഞിട്ട് എനിക്ക് കയറിയത്. ഇപ്പൊ വരും. അത് കുടിച്ചിട്ടാവാൻ പിന്നെ ബാക്കിയൊക്കെ. സ്റ്റൂളോ കസേര വലിച്ചിട്ടാണ് ഇരിക്കണോ? ഇരിക്കാനേ. അയ്യോ അതൊക്കെ പോട്ടെ. ഇന്നത്തെ പത്രം കണ്ടോ? കിടക്കണോ മനോരമ? ഞാനും കൊണ്ടുവന്നുണ്ട്. അയ്യോ ഇന്നത്തെ പത്രത്തിലെ മുതലാളിയുടെ പടം മാത്രമുള്ളൂ, ഫ്രണ്ട് പേജ്. പല പോസിലുള്ള പടങ്ങളല്ലേ? ഏയ് പിന്നെ അടിയിലൊരു ജീവൻ. നാളെ വരും കൂടുതൽ വിശദമായിട്ട് ചെറിയ കോളത്തില്. അയ്യോ പത്രക്കാര് വെറുതെ സമയവും സ്ഥലമൊക്കെ മുടക്കുള്ളൂ. അയ്യോ എന്നാലും ഈ അവസരത്തിലെ ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടാന്ന് വെച്ചാലേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്ത് ഭാഗ്യം? ആരുടെ ചരിത്രമോ? ഓ 2 കോടിയുടെ ബമ്പർ ലോട്ടറി അടിക്കാന്ന് വെച്ചാല് നിസ്സാര കാര്യമാണ്. അയ്യോ അത് അടിക്കാൻ പോണത് ഇപ്പൊ എനിക്ക് അടിച്ചിക്കണത് ക്യാൻസറാ. വൻകുടല് പുറത്തേക്ക് നീണ്ടിരിക്കാന്നാ ഡോക്ടർമാര് പറയണേ. അയ്യോ ഞാന് കമ്മീഷൻ ഇനത്തില് അതിന്റെ ഒരു 10% കൂടി തനിക്ക് തരട്ടെ. അല്ല അയ്യോ ഞാനേ ചായ വന്നു. ഈ ചായ ഇതങ്ങോട്ട് തട്ടിക്കളു സാറേ. പിന്നെ ബാക്കി കാര്യം താൻ കുടിച്ചോടോ? എനിക്കൊന്നും വേണ്ട, ഞാനിരിക്കുന്ന മതി 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 മതി. അയ്യോ 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 ഇത് കഴിപ്പെടുത്തോ? താനത് അവിടെ അങ്ങനെ വെക്കണോ? കുറച്ച് കഴിഞ്ഞ് കുടിക്കാം. അതെ ഞാനിനി ഇവിടുന്ന് പോണില്ല. അയ്യോ എന്തിനാണോ? നമ്മളതിന് നമ്മളെ അടുപ്പുണ്ടോ? ആകെ 2-3 ദിവസം പരിചയം. അവസാനം കണ്ടത് ടിക്കറ്റ് എടുക്കാൻ വന്ന. അതെ തന്റെ കഷ്ടപ്പാട് വിഷമൊക്കെ പറഞ്ഞപ്പോ തലമുണയുടെ അടിയിൽ നിന്ന് 50 രൂപ എടുത്ത് തന്നു. ടിക്കറ്റിന്റെ വിലയല്ല, തന്റെ കഷ്ടപ്പാട് ഓർത്തത്. പിന്നെ കാണുന്നത് പേപ്പറില് നമ്പർ വന്നപ്പോഴാ. എനിക്കറിയാടോ താനിവിടൊക്കെ കാണും, കമ്മീഷൻ കൊണ്ടേ പോകുന്നുള്ളത്. എന്റെ മുതലാളി 5-6 കൊല്ലായി ഞാൻ മലയാളം അപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടണ്ടേ? 10-38 കൊല്ലായി ഞാൻ ക്രിസ്ത്യാനിയായിട്ട്. ആട്ടെ മല ചവിട്ടിയിട്ട് തനിക്ക് എന്താ കിട്ടി? 2 കോടിയുടെ 10% എനിക്കല്ലേ? ഒരു 20 ലക്ഷം രൂപ മതിയല്ലോ, ധാരാളമായി. പിന്നെ മുതലാളി ഒരു കാര്യം ചെയ്തേ. എടോ അന്നേ തനിക്ക് ടിക്കറ്റ് ഞാനങ്ങോട്ട് തന്നാലോ? ആയിക്കോട്ടെ, ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. എനിക്ക് ഇനി എന്തിനോടോ ഈ ലോട്ടറി പൈസയൊക്കെ ഞാനത് തനിക്ക് തന്നേക്കാം. എടോ ഞാൻ കാര്യമേ പറയൂ. അയ്യോ പറയാറുണ്ട്, ഇത്
ഇപ്പൊ പത്രത്തിലും കൂടി മുതലാളിയുടെ പടം വന്നു. ഇന്നലെ പറഞ്ഞു ഇത് എന്റെ പടം വരികയാണ്. ഞാനത് മറന്നു പോയടോ. അയ്യോ അയ്യോ ഒരു വേദനയാടോ ഇത്. ഞാൻ ആ ടിക്കറ്റ് പക്ഷെ അതിന്റെ മറുപുറത്ത് ഞാൻ ഒപ്പിട്ട് പോയല്ലോ. മുതലാളി വികാരിച്ച് വരുന്നുണ്ടോ? വികാരിച്ച് വാതിൽ തുറന്നു കൊടുക്കണോ? ആനയിച്ചിരുത്ത്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കണോ? അയ്യോ നാറ്റാച്ചോ അവൻ ചീഞ്ഞ നാറ്റ മൺപടൽ മുതലേ അമാശയം വരെ മത്തങ്ങ മുറിച്ചടക്കി വെച്ച പോലെതാ പറയണേ. ഒരു ചികിത്സയില്ല. വിശ്വസിച്ചിരിക്കാം അച്ചോ, വിശ്വസിച്ചിരിക്കാം. പക്ഷേ കർത്താവിന് എനിക്ക് അറിയാൻ മേല. പക്ഷെ എന്റെ വയറ്റില് വളരണ ഈ ക്യാൻസറിനെ ഞാൻ അറിയണു. അതിന്റെ വേദന കൊണ്ട്. സാരമില്ല വർഗീസേ, കർത്താവ് നിന്നെ രക്ഷിക്കും. പിന്നെ ഞാൻ വന്നത് നമ്മുടെ പള്ളി കുറിക്കപ്പെടാൻ അറിയാമല്ലോ. ഇല്ല, അറിഞ്ഞില്ല. കഴിഞ്ഞ മാസം തുടങ്ങി വർഗീസിന്റെ എല്ലാ സഹായങ്ങളും വേണം. ഉണ്ടോ? എന്റെ എല്ലാവിധ സഹായം ഉണ്ട്. വർഗീസിന്റെ സംഭാവന. എന്റെ സംഭാവന ഒരു റാത്തൽ ക്യാൻസർ. ഞാൻ ചത്തിട്ട് എന്റെ ഭദ്രാസന ഇടവകേന്ന് അതങ്ങോട്ട് മുറിച്ചെടുത്തോളൂ. ഓ നാറ്റം കാണച്ചോ? സാരില്ല വേണ്ട അച്ചോ, എനിക്ക് റെസീറ്റൊന്നും വേണ്ട. അച്ഛൻ പൊക്കോ. ശരീരമേ നശിച്ചു, ആത്മാവിന് നിത്യശാന്തി. എന്റെ ആത്മാവിനെ നിത്യതയിലേക്ക് ഞാൻ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചോളാം. അച്ഛൻ പൊക്കോ. അയ്യോ ഇതാരാ പറഞ്ഞേ? ഭാര്യ വരുന്നുട്ടാ മേരി ടീച്ചർ. ആര് മേരിക്കുട്ടിയാ? 2 മാസമായില്ലടാ അവള് പോയിട്ട്. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഒന്നും പറ്റിയിട്ടില്ല, ചത്തിട്ടൊന്നുമില്ല. അയ്യോ ഈ മനുഷ്യന് വേണ്ടി പോകാത്ത പള്ളികളും ഇല്ല, നേരാത്ത നേർച്ചകളും ഇല്ല. അങ്ങനെ മലയാറ്റൂര് ഗോവയില് വേണ്ട അവിടെ എന്റെ രാമനായുടെ ഡോക്ടർ ഉപേക്ഷ സംഗതിയാണ്. ഈ കർത്താവിലാണ് ശരണം. അതെന്റെ തീരുമാനം. അതെന്നെ ഞാനും പറഞ്ഞാ. ഇവിടെ വടക്കേതിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഒരു കമ്പനി ഏജന്റായിരുന്നു താമസം. ഒരു കുട്ടിക്കാരൻ തോമസ് കുട്ടി. ഇവിടെ മിക്കവാറും അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ഈ ഭക്തിമാർഗത്തിലേക്ക് ഉള്ള ഈ മാറ്റം. എന്റെ അച്ഛോ കമ്പനി മാനേജറൊന്നല്ലത്. പാവം സുവിശേഷം പ്രാസംഗിക്കാൻ വായനയും ജപം അത്ര തന്നെ. അതന്നെ ഞാനും പറഞ്ഞോ. എന്നാലും എന്റെ മേരിക്കുട്ടി നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. രാവോട് പകല് വായനയും ജപം, പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് മാറി മാറിയിട്ടുള്ള ഈ കരിസ്മാറ്റിക്കും. എന്റെ ദൈവമേ, അല്ല ഇപ്പൊ എന്തായാലും പോന്നെ നീയെ? ഇന്നത്തെ പത്രത്തിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടു. പിന്നെ ഞാൻ അടുത്ത വണ്ടിക്ക് കയറി പോന്നു. അപ്പൊ തോമസ് കുട്ടിയെ ഹോട്ടലിലാക്കിട്ടാ പോന്നെ? ദൈവത്തിന്റെ നിരക്കാത്ത കുത്തുവാക്ക് പറയരുത് മനുഷ്യ. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് തിരിച്ചെടുത്തു മേരിക്കുട്ടി. എടി എനിക്ക് ലോട്ടറി കിട്ടി. സന്തോഷായി. കർത്താവ് ഇപ്പോഴെങ്കിലും പ്രാർത്ഥന കേട്ടല്ലോ. എങ്കിൽ കുറച്ച് നേരത്തെ കേൾക്കണമായിരുന്നു. എങ്ങനെയല്ല വെച്ചോ, ഒരുപാട് നിലവിളികളല്ലേ ഇവിടെ നിന്ന് പോണേ. എന്നിപ്പോ മനുഷ്യനെ വേണ്ട, അപ്പൊ പിന്നെ ദൈവത്തിനും വേണ്ട. ഇവൾക്ക് എന്നെ വേണ്ടാണ്ടായിട്ട് 6 മാസമായി. അയ്യോ, പക്ഷേ ഇവൾക്ക് ആരെങ്കിലും ഒക്കെ വേണം. എനിക്ക് എന്റെ ദൈവം നമ്മുടെ മാത്രം മതി. അതന്നെ ഞാനും പറഞ്ഞേ. പക്ഷേ പുരുഷ രൂപത്തിലായിരിക്കണം. അതാ ഈ തോമസ് കുട്ടി. ദൈവത്തിന് നിരക്കാത്ത കുത്തുവാക്ക് പറയരുത് മനുഷ്യ. കറിയണ്ട, ഞാൻ പറഞ്ഞങ്ങോട്ട് തിരിച്ചെടുത്തു. അയ്യോ അയ്യോ, ഈ ടിക്കറ്റ് ഞാൻ നിനക്കങ്ങോട്ട് തരാടി. എനിക്ക് എന്തിനേലും ഇപ്പൊ പൈസ ലോട്ടറിയൊക്കെ ഞാൻ അങ്ങ് നിനക്കാൻ തരാം.
നിങ്ങളത് ചെയ്യുന്ന എനിക്കറിയാം. എത്രയായാലും എന്റെ പൊന്നു ഭർത്താവല്ലേ നിങ്ങള്. പക്ഷേ നീ നമ്മുടെ അച്ഛനെ പള്ളി പണിയാനുള്ള എന്തെങ്കിലും കൊടുക്കണം. അത് എത്ര വേണമെങ്കിലും കൊടുത്തോളാം. 10, 100 എത്ര വേണമെങ്കിലും കൊടുത്തോളാം. പള്ളിയും ദൈവമൊക്കെ ആയിട്ട് കൂടുതൽ അടുപ്പം നിനക്കല്ലേ. നീ വേണ്ടത് എന്താ ചെയ്യേ. അതൊക്കെ ഞാൻ കൊടുത്തോളാം. മകനെ തിരിച്ചു വാങ്ങാനല്ല പണിയാനാണ് നിങ്ങൾ അയ്യോ ഞാൻ ഇറങ്ങുക. ഇരിക്കച്ചോ, തീരുമാനമായിട്ടില്ല. ഇരിക്ക. ഓ ആരാടോ? ആരാരോ പുതിയ ആള്. അതിന് കൊടുത്തു കൊടുക്ക. മനസ്സിലാവില്ല. അയ്യോ എനിക്ക് ക്യാൻസറാ. പേര് വർഗീസ്. നേരത്തെ തന്നെ അന്തികുദാശ കൈക്കൊള്ളാൻ തീരുമാനിച്ചു. അതെ അച്ഛൻ വന്നേക്കണേ. പിന്നെ ഇവരൊക്കെ എന്റെ അഭ്യുദയ കാക്ഷികളാണ്. നമ്മുടെ ബാങ്ക് വഴി എല്ലാ പണവും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 3 മാനേജർമാര് വന്നിരുന്നു. അവരിതൊക്കെ തന്നെ പറഞ്ഞേ. ഏയ് 2 കോടിയുടെ കാര്യല്ലേ. കമ്മീഷൻ കഴിച്ച് ബാക്കിട്ടാ. അതേടോ. അതെ. അയ്യോ ഓ അകത്തിരുന്നിട്ട് 1000 കരിമ്പൂച്ചികള് കടിച്ചു വലിക്കാം. മതി, ധാരാളം മതി. പക്ഷേ ഈ സൂക്കേടുന്ന കാര്യമായിട്ട് ചികിത്സയൊന്നും ഇല്ലാന്നാ പറയണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒക്കാലൊക്കും അത്ര തന്നെ. ഈ സൂക്കേടുന്ന മരുന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനമുണ്ട്. അതെ അതെ അതെ. നമ്മളെ ഈ ഇലക്ട്രിക് ലൈറ്റ് കണ്ടുപിടിച്ച എഡിസൺ സാഹിബ് 6000-ഓളം നാരുകൾ കത്തിച്ചു. ഇത്രേ തലനാരിട പോലും കത്തിച്ചു. കൊടുക്കാം ഒരു ലോഹക്കമ്പി കയ്യിൽ കിട്ടി. അത് കത്തി, ലൈറ്റും കത്തി. അയ്യോ അയക്കുന്നില്ലടോ. ഭയങ്കര വേദന. ഓ ഒരു സിഗരറ്റ് ഉണ്ടോ കൊടുക്കാൻ? ോ മേനത്തൊക്കെ അമേരിക്കന്ന് വന്നിട്ടേ അവൻ തന്നതാ. ഇപ്പിട്ടിണ്ടോ? ഞാൻ കത്തിച്ചേരാ. വേണ്ട വേണ്ട, കത്തിക്കാനുള്ള കൽപ്പൊക്കെ എനിക്കുണ്ട്. ഇല്ലടോ. അയ്യോ അതൊരു നല്ല കാര്യമാണ്. ഒരു പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ. അച്ഛോ
ഞാൻ കർത്താവിൽ വിശ്വസിച്ചിരിക്കണു. അയ്യോ, ക്യാൻസറിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ, ഈ കടലാസും എന്റെ ഗുരുവായൂരപ്പ ഈ കടലാസും ചാരും മഷിയൊക്കെ കൂടിയ മിശ്രിതം എന്റെ ക്യാൻസറിനുള്ള മരുന്നാവോ നോക്കാം. രാമനായരെ, ആ ബാക്കി ചായനെടുക്ക്. ഇതെല്ലാം അതിൽ കലക്കി ഞാനൊരു മൂന്നിടോ. അയ്യോ അയ്യോ